ഞങ്ങളെ ബാധിക്കുന്ന കാര്യം ഈ നാടിന്റെ പ്രശ്നങ്ങളാണ്. ഈ നാടിന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് ചുമതലയേറ്റവരാണ് ഞങ്ങൾ. ആത്മധൈര്യത്തോടെ ഞങ്ങൾക്ക് പറയാൻ കഴിയും, ആ ചുമതല ഞങ്ങൾ നിറവേറ്റുക തന്നെ ചെയ്യും. പ്രിയപ്പെട്ട ജനാധിപത്യ വിശ്വാസികളെ, തൊഴിലാളി സുഹൃത്തുക്കളെ, സഖാക്കളെ, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി സഖാവ് യുവ പ്രദീപിനെ വൻപിച്ച ഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇടതുപക്ഷ യുവജന സംഘടനകളുടെ നേതൃത്വത്തിൽ വടക്കേത്തറയിൽ നിന്ന് ആരംഭിച്ച ഐതിഹാസികമായ നൈറ്റ് മാർച്ചാണ് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. ഏതാനും നിമിഷങ്ങൾക്കകം ഈ നൈറ്റ് മാർച്ചിനെ അഭിവാദ്യം ചെയ്തുകൊണ്ട് സംസാരിക്കുന്നതിന് വേണ്ടി സഖാവ് യുവ പ്രദീപ് ഇവിടെ എത്തിച്ചേരും. പ്രിയപ്പെട്ട സഖാക്കളെ, ഈ നിർണായകമായ തെരഞ്ഞെടുപ്പിനകത്ത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കേരളത്തിനകത്ത് അധികാരം തുടരേണ്ടതുണ്ട്. കാരണം ഈ രാജ്യത്തിനകത്ത് വർഗീയത പറഞ്ഞ് വോട്ടുപിടിക്കുന്ന RSSന്റെ സംഘപരിവാറിന്റെ കുടിലത ഈ കേരളത്തിൽ വിശ്വാസികളും രംഗത്തിറങ്ങണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ നൈറ്റ് മാർച്ച് ഉദ്ഘാടനം ചെയ്യുന്നത് CPIMന്റെ തൃശൂർ ജില്ലാ കമ്മിറ്റി അംഗവും ഇടതുപക്ഷ നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെയേറെ പ്രാധാന്യമർഹിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ്. കഴിഞ്ഞ 10 കൊല്ലക്കാലമായി കേരളത്തിൽ അധികാരത്തിലിരിക്കുന്ന സഖാവ് പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിന്റെ തുടർച്ചയ്ക്ക് വേണ്ടി മൂന്നാമതും ഇടതുപക്ഷം കേരളത്തിൽ അധികാരത്തിൽ വരുന്നതിനു വേണ്ടിയുള്ള ഒരു തെരഞ്ഞെടുപ്പ് പോരാട്ടമാണ്. ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തെ പരാജയപ്പെടുത്താൻ വേണ്ടി നമ്മുടെ രാജ്യത്ത് എല്ലാ മതവർഗീയ ജാതീയ ശക്തികളിലും ഒരുമിച്ച് ചേർന്നുകൊണ്ട് ഇടതുപക്ഷത്തിനെതിരായ വിശാലമായ മുന്നണി രൂപീകരിച്ചിരിക്കുകയാണ്. നിങ്ങൾക്കറിയാം, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ പരാജയപ്പെടുത്താനുള്ള കുറുക്കുവഴി എന്ന നിലയിൽ UDF വർഗീയ പിന്തിരിപ്പൻ ശക്തികളെ അവരുടെ മുന്നണിയിൽ ഉൾപ്പെടുത്തിയിരിക്കുകയാണ്. മതവർഗീയ ശക്തികളെ അവരുടെ മുന്നണിയിൽ ഉൾപ്പെടുത്തിയിരിക്കുകയാണ്. മറുവശത്ത് ഹിന്ദുത്വത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് BJP കേരളത്തിൽ എങ്ങനെയെങ്കിലും അക്കൗണ്ട് തുറക്കാൻ പറ്റുമോ എന്ന പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ ചേലക്കര നിയോജക മണ്ഡലത്തിൽ നമുക്കെല്ലാം അറിയാം, കോൺഗ്രസിന്റെ കുത്തകയായിരുന്ന ചേലക്കര മണ്ഡലം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തുടർച്ചയായി വിജയിച്ചുകൊണ്ടിരിക്കുകയാണ്. 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച സഖാവ് യുവ പ്രദീപ് 5 കൊല്ലം MLA ആയി. പിന്നീട് സഖാവ് രാധാകൃഷ്ണൻ തെരഞ്ഞെടുത്ത് മന്ത്രിയായി. അതിനുശേഷം പിന്നീട് ഉപതെരഞ്ഞെടുപ്പിലൂടെ നമ്മുടെ പ്രിയപ്പെട്ട സഖാവ് വീണ്ടും ജനപ്രതിനിധിയായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ്. ഈ കഴിഞ്ഞ 10 കൊല്ലം കൊണ്ട് ചേലക്കര അസംബ്ലി നിയോജക മണ്ഡലത്തിൽ 2107 കോടി രൂപ എന്ന് ലക്ഷ്യം വെച്ചുകൊണ്ട് ഇന്ന് ഈ ബ്ലോക്ക് കമ്മിറ്റിക്കകത്ത് വരുന്ന വിവിധ പ്രദേശത്ത് എത്തിച്ചേർന്ന പ്രിയപ്പെട്ട യുവജന സഖാക്കളെ, നിങ്ങൾ നടത്തിയ ഈ മാർച്ച് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി ജയിപ്പിക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇന്ന് നടത്തിയ മാർച്ച് ജനം നിങ്ങളുടെ വാക്ക് വലിയ തോതിൽ എടുക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. നിങ്ങളോട് 1000 നന്ദി ഞാൻ അറിയിച്ചുകൊണ്ട് ഇവിടെ എല്ലാ തരത്തിലുള്ള അഭിവാദ്യങ്ങളും അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രിയപ്പെട്ട നേതാവ് ബാബുവേട്ടൻ, മറ്റു LDYFന്റെ പ്രിയപ്പെട്ട നേതാക്കളെ, പ്രവർത്തകരെ, മറ്റു പ്രിയപ്പെട്ടവരെ, മാധ്യമ സുഹൃത്തുക്കളെ, മറക്കാൻ കഴിയില്ല നിങ്ങളുടെ പ്രവർത്തനങ്ങൾ. ഞാനല്ല, ഈ നാട് അത്രമേൽ വലിയ പ്രവർത്തനങ്ങളാണ് മറ്റ് യുവജന സംഘടനകൾക്ക് വ്യത്യസ്തമായി ഈ നാടിനകത്ത് നിങ്ങളെ പോലെ LDYFയുടെ പ്രവർത്തകർ മികച്ച രീതിയിലാണ് ഈ നാടിനകത്ത് ഇടപെട്ടുകൊണ്ടിരിക്കുന്നത്. ലോകമെമ്പാടുമുള്ള ആളുകൾ നിങ്ങളുടെ പ്രവർത്തനം
നല്ലപോലെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. പ്രളയകാലത്തും കോവിഡ് കാലത്തും മണ്ണിടിച്ചിലും എല്ലാം ഈ നാടിനകത്ത് സംഭവിക്കുമ്പോൾ നാടിന് മാതൃകയാവേണ്ട ചില യുവജന സംഘടനകൾ അവർ അത് കച്ചവടമായി നോക്കുന്ന സമയത്ത് ഇവിടെ ആക്രിപെറുക്കും അതുപോലെ തന്നെ ന്യൂസ് പേപ്പറും എല്ലാം ശേഖരിച്ചെല്ലാം വ്യത്യസ്തമായ രീതിയിൽ ചായക്കട നടത്തിയുമെല്ലാം നിങ്ങൾ ഈ പാവപ്പെട്ട ആളുകളെ സഹായിക്കാൻ വേണ്ടി ധാരാളം പ്രവർത്തനം നിങ്ങൾ ഏറ്റെടുത്തുകൊണ്ടാണ് ഈ നാട്ടിലെ പാവപ്പെട്ട ആളുകളെ സഹായിക്കാൻ വേണ്ടി നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല ഡിവൈഎഫ്ഐ നടത്തുന്ന പൊതിച്ചോറും ഏറെ ശ്രദ്ധേയമായതാണ്. അതെല്ലാം ഈ നാടിനകത്ത് വരുന്ന ആളുകൾ നിങ്ങളെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. നാളെ 2 വോട്ട് കിട്ടട്ടെ എന്ന് വിചാരിച്ച് നിങ്ങൾ ചെയ്യുന്നതല്ല. ഇത് ഞങ്ങളുടെ കടമയാണ്. ഞങ്ങൾ ഈ നാടിൻ്റെ ഒപ്പം നന്മയ്ക്കൊപ്പം ഉണ്ടാവും എന്ന് പ്രഖ്യാപിച്ചവരാണ് നിങ്ങൾ. നിങ്ങൾ ഏറ്റെടുക്കുന്ന എല്ലാ പരിപാടിയും തീർച്ചയായിട്ടും ജനം നെഞ്ചോട് ചേർത്ത് പിടിച്ചാണ് നിങ്ങളെ അഭിവാദ്യം ചെയ്യുന്നത്. ആ നിങ്ങൾ 30 വർഷത്തെ സേവന പാരമ്പര്യവുമായി നമ്മുടെ സ്വന്തം ജയലക്ഷ്മി പഴയന്നൂരിൽ നമുക്ക് ആവശ്യമുള്ള സ്റ്റീൽ ഫർണിച്ചറുകൾ, വുഡൻ ഫർണിച്ചറുകൾ, ബെഡുകൾ, ഹോം അപ്ലയൻസസ്, സ്പോർട്സ് ഗുഡ്സ്, ബേബി ഐറ്റംസ് മുതലായവ ഏറ്റവും നല്ല ഗുണമേന്മയിൽ ഏറ്റവും പുതിയ വെറൈറ്റി മോഡലുകളോടുകൂടി നമ്മുടെ സ്വന്തം ജയലക്ഷ്മിയിൽ ലഭിക്കുന്നു. ജയലക്ഷ്മി ഫർണിച്ചർ, ഹോം അപ്ലയൻസസ് ആൻഡ് സ്പോർട്സ് ഗുഡ്സ്, മെയിൻ റോഡ്, പഴയന്നൂർ. ഫോൺ 9895653372.